കാസർഗോഡ് ജില്ലയിൽ വൻ മുന്നേറ്റമുണ്ടാക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇരു മുന്നണികളും. കാസർഗോഡ്, കാഞ്ഞങ്ങാട് നഗരസഭകളിലും ജില്ലാ പഞ്ചായത്തിലും കനത്ത മത്സരമാണ് നടക്കുന്നത്. കർണാടക അതിർത്തി ഗ്രാമങ്ങളിൽ മുന്നേറ്റമുണ്ടാക്കാമെന്ന പ്രതീക്ഷയിലാണ് BJP. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ ദേലമ്പാടി, പുത്തികെ, ചെറുവത്തൂർ ഡിവിഷനുകളിലാണ് കടുത്ത മത്സരം നടക്കുന്നത്. പുത്തികെ ഡിവിഷനിൽ ശക്തമായ ത്രികോണ മത്സരം. BJPയുടെ സിറ്റിംഗ് ഡിവിഷനായ പുത്തികെ പിടിച്ചെടുക്കാനാവുമെന്ന് LDFും UDFും ഒരുപോലെ കണക്കുകൂട്ടുന്നു. 2020-ൽ LDFിൽ നിന്ന് പിടിച്ചെടുത്ത ദേലമ്പാടി ഇത്തവണ നിലനിർത്താനാവുമെന്നാണ് UDFിന്റെ പ്രതീക്ഷ. എന്നാൽ തിരിച്ചുപിടിക്കാനാവുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDFിന്റെ സിറ്റിംഗ് ഡിവിഷനായ ചെറുവത്തൂർ അതിർത്തി മാറിയതോടെ ലീഗ് സ്വാധീന മേഖല കൂടി ഡിവിഷന്റെ ഭാഗമായി. ഇതോടെയാണ് ചെറുവത്തൂരിൽ UDFിന് പ്രതീക്ഷ നൽകുന്നത്. ആകെയുള്ള 18 ഡിവിഷനുകളിൽ 7 വീതം ഡിവിഷനുകൾ UDFിനും LDFിനും ഉറച്ച സീറ്റുകളാണ്. ഒരു ഡിവിഷനിൽ BJPക്കും സാധ്യതയേറെ. അവശേഷിക്കുന്ന 3 ഡിവിഷനുകളാവും ജില്ലാ പഞ്ചായത്തിലെ ഭരണം നിശ്ചയിക്കുക. ജില്ലയിലെ 3 നഗരസഭകളിൽ നീലീശ്വരം നഗരസഭ LDFിന്റെ കോട്ടയാണ്. കാഞ്ഞങ്ങാട് നഗരസഭയിൽ LDFും UDFും തമ്മിൽ നടക്കുന്നത് ശക്തമായ മത്സരം. കാസർഗോഡ് നഗരസഭയിൽ BJPയും UDFും തമ്മിൽ നേർക്കുനേറാണ് പോരാട്ടം. ലീഗ് വിമതരെ ഒപ്പം ചേർത്ത് നഗരസഭ പിടിക്കാനാവുമെന്ന് BJP കണക്കുകൂട്ടുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മാറ്റമുണ്ടാവാൻ സാധ്യതയില്ല. ആകെ 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4 LDFിനും 2 UDFിനും ഒപ്പമാണ്. കർണാടകയോട് ചേർന്ന ഗ്രാമപഞ്ചായത്തുകളിൽ നേട്ടമുണ്ടാക്കാനാവുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. എന്നാൽ BJPക്കെതിരെ പൊതുസ്വതന്ത്രരെ രംഗത്തിറക്കി പഞ്ചായത്ത് പിടിച്ചെടുക്കാനാണ് UDF, LDF മുന്നണികൾ നടത്തിയ നീക്കം. മീഡിയ 1 കാസർഗോഡ്.